ദൈവത്തിൻ്റെ മുമ്പാകെ എടുത്തു വരും. നമുക്ക് കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ വീഡിയോ ഓൺ ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കാൻ ഓർപ്പിക്കുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അനവധി വിഷയങ്ങൾ നാം ദൈവസന്നിധിയിൽ നിരത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിന്മേലൊക്കെ വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ 2026 പ്രാരംഭ മാസത്തിൽ തന്നെ കർത്താവിൻ്റെ സന്നിധിയോട് അടുത്ത് വരുവാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠം ചേർന്ന് വരുവാൻ, ഞങ്ങളുടെ വിഷയങ്ങളുമായി ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രാത്രി ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന, ഓൺലൈനിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാത്തവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും നാട്ടിലായിരിക്കുന്നല്ലോ, വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കുന്നല്ലോ, അവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാനും, അപ്പോൾ തന്നെ കർത്താവെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്ന എല്ലാ നല്ല അവസരങ്ങളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം. ഈ രാത്രി ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനത്തിന്റെ ആലോചനകൾ ഞങ്ങൾ കർത്താവ് നൽകി തരുമാറാകണമേ. ആത്മനിറവിൽ പാടി കർത്താവിനെ ആരാധിപ്പാൻ സഹായിക്കണം. എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന അതിനുടെ യുഎയിലുള്ള പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് ചാപ്റ്ററുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് ചുമൽ കൊടുക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെയിരിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ തന്നെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധുനി UAE ചാപ്റ്ററിന്റെ ഈ 2026 വർഷത്തെ പ്രാരംഭ മീറ്റിംഗ് ആണ്. പല പ്രിയപ്പെട്ടവരും പല സാഹചര്യങ്ങളിലായിരിക്കുന്നു. പല പ്രിയപ്പെട്ടവരും ശാരീരികമായ ക്ലേശങ്ങളിലായിരിക്കുന്നു എന്നറിയാനിടയായി. ചിലരൊക്കെ നാട്ടിലാണ്. എങ്കിലും നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥനകളുടെ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു, മാനിച്ചു. ഈ പട്ടണത്തിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്തെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ വീഡിയോ ഓൺ ചെയ്ത് മീറ്റിംഗിൽ സംബന്ധിപ്പാൻ കഴിയുന്നവർ ദയവായി വീഡിയോ ഓൺ ചെയ്തിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കും. നമ്മളൊരു ആത്മീക ശുശ്രൂഷയിലാണ്. അതുകൊണ്ട് സാഹചര്യമുള്ളവർ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം അല്പസമയം പാട്ടുകളെ പാടി കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. നമ്മുടെ പ്രിയ ജോബിൻ ബ്രദർ അതിന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരുമിച്ച് പ്രിയപ്പെട്ടവനോട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് പ്രൈസ് ദി ലോർഡ്. എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ? ക്ലിയർ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ പ്രതിയാൽ പ്രാർത്ഥനാധ്വനി കൂട്ടായ്മയുള്ള ബന്ധത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ച കൃപകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തെ ആദ്യത്തെ മീറ്റിംഗായി ഇങ്ങനെ ദിവസങ്ങളിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ നടത്തി. പ്രവർത്തനങ്ങളെല്ലാം ദൈവം മാനിച്ചു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അതിൻ്റെ മറുപടികളെല്ലാം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. തുറന്നും അനേകരുടെ ജീവിതത്തിന് ആശ്വാസത്തിന് വിടുതലിനും കാരണമാക്കി പ്രവർത്തനങ്ങളെ തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനേരം അങ്ങനെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ സമർപ്പണത്തോടെ കർത്താവിനായിരിക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ചില ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. കഷ്ടങ്ങളും ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയെങ്കിലും അവയുടെ മുമ്പിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ ഇത്രത്തോളം നിലനിർത്താൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, കരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോഴും നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് വീണ്ടും വരും, വേഗം വരും, നമ്മെ ചേർപ്പാൻ വേഗം വരും. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ക്ലേശങ്ങളെല്ലാം മാറും. സ്വർപ്പുരിയിലെ വാസം നാം ഓർക്കുമ്പോൾ ഈ ഭൂമിയിലെ ദുഃഖങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം കഴിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. സമർപ്പണത്തോടെ കർത്താവിനായിരിക്കുമ്പോൾ
ഒരു പഴയ ഗാനത്തിൻ്റെ ഈരടികൾ നമുക്ക് ചേർന്ന് പാടാം. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിൽ എന്ന് വരും. ഒരു വർഷം കൂടെ നമ്മെ വിട്ട് കടന്നുപോയി. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൻ്റെ വരവിനോട് നാം ഒരു പടി കൂടി അടുത്തു എന്നുള്ളതാണ്. ആയതിനാൽ ഒരുക്കത്തോടെ കർത്താവിൻ്റെ വരവിനെ എതിരേൽപ്പാൻ, കർത്താവിൻ്റെ വരവിൽ നമുക്കും എടുക്കപ്പെടുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. പ്രത്യാശയോടെ നമുക്ക് കർത്താവിനെ ഒരുമിച്ച് പാടി സ്തുതിക്കാം. നീ മേഘത്തേരിൽ എന്നോ വരും. ഈ ലോകം പകച്ചിടുമ്പോൾ നാഥന്മാർവിൽ ഞാൻ ചാരിടുമേ. ഈ ലോകം പകച്ചിടുമ്പോൾ നാഥന്മാർവിൽ ചാരിടുമേ. ആശ്വസിപ്പിക്കും പ്രാണനാഥൻ, ആശ്വസിപ്പിക്കും പ്രാണനാഥൻ. തൃക്കരത്താൽ താൻ എന്നെ താങ്ങും, തൃക്കരത്താൽ താൻ എന്നെ താങ്ങും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിൽ എന്നോ വരും.
ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിൽ എന്നോ വരും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിൽ എന്നോ വരും. നമ്മുടെ കർത്താവായ യേശു നമ്മെ ചേർപ്പാനായി വീണ്ടും വരും, വേഗത്തിൽ വരും എന്നുള്ള പ്രത്യാശ ഉണർത്തുന്ന ഒരു ഗാനമാണല്ലോ നമ്മളിപ്പോൾ ഒരുമിച്ച് പാടിയത്. ആ പ്രത്യാശ ഉള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവനവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ മനസ്സൊരുക്കത്തോടെ കർത്താവിനിലേക്ക് ഒരു പ്രാവശ്യം നമ്മൾ കടന്നു വരാം. അടുത്തൊരു ഗാനം നാം ഒരുമിച്ച് കർത്താവിനിൽ പാടുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് കരങ്ങളെ അടിച്ച് വായികളെ തുറന്ന് ശക്തിയോടെ കർത്താവിനെ പാടി സ്തുതിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നാം പലയിടങ്ങളിലായിരിക്കുന്നുവെങ്കിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ യഥാർത്ഥമായ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന മറ്റൊരു ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്ന് ഞാൻ മറയട്ടെ, കണിമയ്ക്കും നോടി നേരത്തിൽ എത്തും ഞാൻ ബയൂല തീരത്തിൽ. കണ്ടിടും നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ അതിവേഗത്തിൽ കണ്ടിടുമെന്നുള്ള പ്രത്യാശ ഉണർത്തുന്ന ഗാനം ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ നിൻ തേജസ്സിൽ. എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ നിൻ തേജസ്സിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്ന്
നിന്നു ഞാൻ മറയട്ടെ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണിമയ്ക്കും നോടി നേരത്തിൽ എത്തും ഞാൻ പയൂല തീരത്തിൽ. കണ്ണിമയ്ക്കും നോടി നേരത്തിൽ എത്തും ഞാൻ പയൂല തീരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. മേഘം പൊങ്ങിക്കാണുന്നേ, നിത്യ കൂടാരത്തിൽ ചേരാറായി. മേഘം പൊങ്ങിക്കാണുന്നേ, നിത്യ കൂടാരത്തിൽ ചേരാറായി. ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, മേഘം പൊങ്ങിക്കാണുന്നേ, ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ. ആ പൊൻകിരീടക്കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ. ആ പൊൻകിരീടക്കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ, എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരീൻ ബലം അവൻ തകർത്തല്ലോ. തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്നെൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നെൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും
എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. കൃപ കൃപയൊന്നെൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നെൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഓ ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരി ബാലേരം ദേരഗലന്തര ദീപശന്തര. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഏറി വരുമ്പോഴും നമുക്ക് ആശ്രയിപ്പാൻ ഒരു നല്ല ദൈവമുള്ളതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം ദൈവസന്നിധിയിൽ നമുക്ക് പാടുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ തുടർന്ന് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ വീഡിയോ ഓൺ ചെയ്യുവാൻ കഴിയുന്നവർ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. പ്രാർത്ഥിക്കുവാൻ പേര് പറയുമ്പോൾ നിങ്ങളുടെ പേര് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഉത്സാഹിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. തുടർന്ന് ഇന്നത്തെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് പ്രിയ യൂനി സിസ്റ്ററാണ്. നമ്മുടെ പ്രാർത്ഥന UAE ചാപ്റ്ററിന്റെ പ്രെയർ കോർഡിനേറ്റേഴ്സിൽ ഒരാളാണ്. തുറന്നുള്ള സമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി പ്രിയ യൂനി സിസ്റ്ററിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങൾ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവത്തിലേക്ക് അടുത്തിയെല്ലാം. ആദ്യമായി നമുക്ക് ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദേശത്ത് നടക്കുന്ന എല്ലാ ദൈവത്തിന്റെ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കായി ദൈവജനത്തിനായി പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് അനേക സ്ഥലങ്ങളിലെ ക്യാമ്പുകളിൽ കർത്താവിന്റെ ദൈവദാസന്മാര് കടന്നു ചെന്ന് വചനം അറിയിക്കുന്നുണ്ട്. അവിടേക്കും ജനങ്ങൾ മാനസാന്തരപ്പെടേണ്ടതിനായി ദൈവനാമം ഈ ദേശത്തോടെ ഉയർത്തപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക ദൈവം അനുവദിച്ചാൽ ഒരു ക്രൂസൈഡ് നമ്മുടെ ഈ ഷാർജ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു എൻ്റെ ഒരു ബ്രൗഷർ കിട്ടി. പ്രത്യേകം നമുക്ക് ആ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവനാമം അതിൽ കൂടി ഉയർത്തപ്പെടുവാൻ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമെന്ന് ഈ ദേശത്ത് ഉയർത്തപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ കഴിയുന്നവര് ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ എനിക്ക് നിങ്ങളെ പേര് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ സൗകര്യം എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഓഡിയോ ഓൺ ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് അലക്സ് ബ്രദർ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല നാഥാവിമോത്തും വരെ നല്ല സമയത്തിനായി
അങ്ങയെ വാഴ്ത്തുന്നു നാഥ. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാഠ്യങ്ങൾ കർത്താവ് ദൈവമേ, പുതിയ വർഷത്തിൽ കർത്താവെ പ്രാർത്ഥനാ സംഘവുമായി കർത്താവെ പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വലിയൊരു അവസരത്തിനായി അങ്ങയെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. പ്രത്യേകിച്ച് കർത്താവ് ദൈവമേ, പ്രാർത്ഥനയ്ക്കായി ദൈവമേ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ വഹിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. UAE രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, രാജ്യത്തിലെ കർത്താവ് ദൈവം നടക്കുന്ന എല്ലാ തരത്തിലുള്ള സുവിശേഷ വേലകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ. എല്ലാ കർത്താവ് ദൈവമേ ചർച്ചകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ. ഓരോ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെയും വഹിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. ഈ നാളുകളിൽ ചർച്ച മിനിസ്ട്രി അനുഗ്രഹമായിട്ട് ആ ദേശത്ത് നടക്കുവാൻ, സഭകൾ ഓരോന്നും കർത്താവ് ദൈവമേ വളരുവാൻ, കർത്താവെ അനേക പാപികൾ ദേശത്ത് നിന്ന് കർത്താവ് ദൈവമേ രക്ഷയുടെ ഭാഗത്ത് കടന്നു വരുവാൻ സർവശക്തനായ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥനെ. അതുപോലെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്യാമ്പ് മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവെ ദൈവദാസന്മാരെയും സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. അങ്ങ് നൽകിയിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കർത്താവ് ദൈവമേ അധികം ആഗ്രഹത്തോടുകൂടെ അങ്ങയുടെ വേല ചെയ്യുവാൻ ദൈവം സഹായിക്കണേ. അതിലൂടെ കർത്താവ് ദൈവമേ ജീവിതത്തിൽ നാളെ എന്തെന്നറിയാതെ കർത്താവ് ദൈവമേ നാളെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ കർത്താവ് ദൈവമേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങൾക്ക് ക്രിസ്തുവിന്റെ പ്രകാശം പകർന്നു കൊടുക്കുവാൻ സർവശക്തനായ ദൈവമേ പ്രിയ ദൈവദാസന്മാരെ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് ദൈവമേ ഷാർജ സ്റ്റേഡിയത്തിൽ കർത്താവ് ദൈവം അനുവദിച്ച് നടക്കുന്ന ക്രൂസൈഡിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. UAE പോലൊരു രാജ്യത്ത് കർത്താവ് ദൈവമേ അങ്ങനെയൊക്കെയുള്ള വാതിലുകൾ ദൈവം തുറക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു നാഥ. ഈ നാളുകളിൽ ജീവനുള്ള ദൈവത്തേടിയങ്ങൾക്ക് ശക്തമായിട്ട് കർത്താവ് ദൈവമേ ഉയർത്തുവാനും കർത്താവ് ദൈവമേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഒക്കെ വിവിധ മാർഗങ്ങളിലൂടെ ഈ നാളുകളിൽ കർത്താവ് ദൈവമേ ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. രാജ്യത്തിന്റെ കർത്താവ് എല്ലാ എമിറേറ്റുകളെയും വഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം കർത്താവ് ദൈവമേ എല്ലായിടത്തും വ്യാപരിക്കപ്പെടുവാൻ കർത്താവെ ജീവനുള്ള ദൈവത്തെ സർവ്വജനവും അറിയുവാൻ ആരാധിക്കുവാൻ ദൈവമേ അവിടെ ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിന്റെ നിൽക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും പിന്നെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അധികമായ ദൈവകൃപകളാൽ അവർ നിറച്ച് ശക്തമായി കർത്താവെ ഈ കാലഘട്ടത്തിൽ അവിടെ നിർത്തി ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ ചെറിയ യാചന പിതാവ് കൃപയോടെ കേട്ട് മറുപടി അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് പടികൾ സമർപ്പിക്കുന്ന വിഷയത്തിന് മധ്യേ സർവശക്തനായ ദൈവം മറുപടി അയക്കുന്നതിനായി സ്തോത്രം. യാത കേൾക്കണം, മറുപടി അയക്കണം സ്വർഗസ്ഥനായ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. ആമേൻ. നമുക്ക് അടുത്ത വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിൽ കൂടെ അനേക സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥനാധ്വനിയുടെ ഇതിൽ കൂടെ റിക്വസ്റ്റ് വന്നിട്ടാണ് ഞങ്ങൾ പലപ്പോഴും പല വിഷയങ്ങൾ UAE പല വിഷയങ്ങൾ ഞങ്ങൾ അറിയുന്നതെന്ന് പറയുവാനിടയായി തീർന്നു. ഈ ഒരു പ്രാർത്ഥനാധ്വനി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അനേകർക്ക് ആശ്വാസമാണ്. അതിൽ കൂടെ തന്നെ അനേകർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥന നേതൃത്വം നൽകുന്ന പാസ്റ്ററെ ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദേവദാസിക്കായി സ്തോത്രം ചെയ്യാം. ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേക ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ഹെർബർട്ട് ജോൺ പ്രാർത്ഥിക്കാമോ? കർത്താവേ, നല്ല നിമിഷങ്ങൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. ഹല്ലേലൂയ. വീണ്ടും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ് കർത്താവേ. ദിവസത്തിൽ പറഞ്ഞ പ്രാർത്ഥന വിഷയത്തെ ഞങ്ങളുടെ കരങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന അതിനെ വരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ കർത്താവേ ഇതിനെ വളർത്തിയ ദൈവം കർത്താവെ വീണ്ടും വളർത്തുവാൻ ശക്തനാകിയാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. കർത്താവേ, ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ദേവദാസന്മാരുടെ വിവരങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷങ്ങൾ ബൻസൻ ഭാഷ വിവരങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ വിവരങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധിയിൽ നിന്നൊക്കെ കർത്താവെ അവിടുന്ന് വിടുവിച്ച ദൈവത്തിന്റെ കൃപകൾക്ക് നന്ദി അർപ്പിക്കുന്ന കർത്താവെ. വീണ്ടും ദൈവകൃപയ്ക്കകത്ത് കർത്താവെ അവിടുന്ന് നിർത്തുന്ന കൃപകൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ്. വിശേഷ കർത്താവ് UAE കർത്താവെ നേതൃത്വം കൊടുക്കുന്ന സേവനങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലയിടത്തുനിന്ന് കർത്താവെ ഹല്ലേലൂയ കർത്താവ് പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവെ പറയുകയും അവരുടെ വിഷയങ്ങൾക്കകത്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവെ വിദൂരതകൾക്കകത്തും ദൈവത്തിന്റെ ശക്തി അയക്കുന്ന
പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി അയക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്ക് നന്ദി അർപ്പിക്കുന്ന കർത്താവെ, വീണ്ടും കർത്താവ് ശക്തമായ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഈ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തന്മാരെ ദൈവം വിളിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ശുശ്രൂഷകൾക്കൊക്കെ ദൈവകൃപ കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദൂരതയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അയച്ചു എന്ന് കേട്ടതുപോലെ കർത്താവെ, അപ്പൊ ഹല്ലേലൂയ, വീണ്ടും അതേ വിഷയങ്ങൾക്കകത്ത് കർത്താവ് നീതി വെളിപ്പെടുവാൻ, മറുപടികൾ കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗമിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുന്നു, സ്വർഗം പ്രാർത്ഥന കേട്ടേനാ. ആമേൻ, സ്തോത്രം. പ്രത്യേകം നമുക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ കുറച്ച് പേരുടെ പേരുകൾ എഴുതി, ഞാൻ ആ വിഷയങ്ങളെല്ലാം നമ്പർ ചെയ്ത് കോമൺ ആയിട്ട് പറയാം. ആക്സിഡന്റ് നിമിത്തം അല്പമായ പ്രയാസത്തിലായിരിക്കുന്ന തൃശൂർ AG സഭാംഗങ്ങളായ ബ്രദർ ഷിബു, വൈഫ് ഷൈനി, ഇവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. കോട്ടയത്തെ കീബോർഡിസ്റ്റ് ആയിരിക്കുന്ന ജിസൻ ആക്സിഡന്റിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വളഞ്ഞവട്ടം ഷാരോൺ സഭയിലെ സിസ്റ്റർ മേഴ്സി ഷാജി, ഏകദേശം 1 മാസം മുമ്പ് ആ പ്രിയ മകൾ ആക്സിഡന്റ് ആയതാണ്. പക്ഷെ ബ്ലഡ് ക്ലോട്ട് ആയതിന് കാരണം സർജറി കഴിഞ്ഞ് ഭവനത്തിലായിരിക്കുന്നതെന്ന് അറിഞ്ഞു. പ്രിയ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ കർണാടകയിൽ നിന്ന് ബ്രദർ ബിജോ, ഇങ്ങനെ സഹോദരങ്ങൾ ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലുകളിലായിരിക്കുന്നു, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയ സിയമോള്, 7 വയസ്സുള്ള സിയമോള് എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞ്, ഇടുക്കി കോട്ടയം നിവാസിയാണ്, പ്രിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ ഇടുക്കി സ്വദേശിയായ ബിൻസി, പ്രിയ സൗദി ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ സൗദിയിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ ലില്ലി, ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കൊച്ചിയില് ഒരു സുമാ ഷാജി, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ ആയിരിക്കുന്ന കർത്തദാസിന്റെ വൈഫ് സുമാ ഷാജി അണലിയുടെ കടിയേറ്റ് അല്പമായ പ്രയാസത്തിലായിരിക്കുന്നു. പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ സിസ്റ്റർ അന്ന കണ്ടത്തിലിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയ ദേവദാസി ശാരീരികമായ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നു. പ്രിയ ദേവദാസി ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അനേക വേദികളിൽ കർത്താവിനെ ഉയർത്തിയ കർത്താവിന്റെ ദാസിയാണ്, വളരെയധികമായ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നു. പ്രിയ ദേവദാസി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ഒന്നും പേര് ഓർത്തിരിക്കുന്നില്ല എങ്കിലും ഈ പറയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി ബ്രദർ ജെയിംസ് മാത്യു പ്രാർത്ഥിക്കാമോ? ജെയിംസ് മാത്യുവിന്റെ ഓഡിയോ കണക്റ്റഡ് അല്ല. ഓഡിയോ കണക്റ്റഡ് അല്ല. ഓക്കെ, സിസ്റ്റർ ബിന്ദു സിസ്റ്റർ പ്രാർത്ഥിക്കാമോ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനും സ്നേഹവാനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ശാരീരികമായ ക്ലേശം കൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആ സ്തോത്രം. അനേക പ്രിയപ്പെട്ട പേരുകൾ പറയാനിടയായി തീർന്നല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അനേക സ്ഥലങ്ങളിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായി വിടുന്ന സാക്ഷ്യങ്ങൾ കേൾപ്പിക്കുവാൻ അപ്പച്ചങ്ങ് ഇടയാക്കുമാറണമേ. അങ്ങയുടെ ഇപ്പോൾ സൗഖ്യം വരുത്തുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരം തൊട്ട് കർത്താവെ ഇവർക്ക് സൗഖ്യം കൊടുക്കുമാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആക്സിഡന്റ് നിമിത്തം ശാരീരികമായ ക്ലേശം കൂടെ കടന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആ സ്തോത്രം. എത്രയും പെട്ടെന്ന് കർത്താവെ ആ ഒടുവിലും ചതവുകളും ഒക്കെ മാറി കർത്താവെ അത്ഭുതം പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ കർത്താവ് ഷൈൻ സെഷൻ ആ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അല്ലെങ്കിൽ ആ സ്തോത്രം കർത്താവെ, നട്ടൻ താഴെ ഭാഗമൊത്തവും ചലനശേഷി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് കർത്താവെ ആയിരിക്കുന്നു. വരവിടും ആ ഒരു സൗഖ്യം കൊടുക്കുമാണ്. അങ്ങേക്ക് സകലവും സാധ്യമാണല്ലോ കർത്താവെ. മാനുഷികമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കർത്താവെ അല്ലെങ്കിൽ അസാധ്യമാണ്. അപ്പ ഞാൻ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാക്കി തരുന്ന ദൈവത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അത്ഭുത സൗഖ്യം കൊടുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അന്ന കണ്ടത്തിലായിരിക്കും ആ സ്തോത്രം ചെയ്യുന്ന ക്യാൻസർ രോഗത്താലൊക്കെ വളരെയധികം ഭാരപ്പെട്ട് തുടർന്നും ശാരീരികമായി വളരെയധികം ക്ലേശം കൂടെ കടന്നു പോകുന്ന അപ്പ അല്ലെങ്കിൽ ആ സ്തോത്രം കർത്താവ് കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവ് അങ്ങയ്ക്ക് വേണ്ടി ശക്തമായ പ്രേരണപ്പെട്ട കർത്തദാസിയാണ്. അപ്പ അല്ലെങ്കിൽ മനസ്സലിയുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സഹിക്കുന്നതിനപ്പുറം ആ വേദന കൂടെ കടന്നു പോകുമ്പോൾ
അത്ഭുത സൗഖ്യം കർത്താവ്. ഞങ്ങൾ ഇന്ന് രാത്രികാലം കർത്താവ് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യം കാണുവാൻ അപ്പച്ച അങ്ങ് ഇടയാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അപ്പ. ഹല്ലേലൂയ. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ കേൾക്കുന്ന കർത്താവേ, അങ്ങയുടെ വചന പ്രകാരം കർത്താവെ കണ്ണുനീരോടെ ഹൃദയ നുറുക്കത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ പറഞ്ഞ സകല പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാവരുടെ സൗഖ്യം കൊടുക്കുവാൻ തക്കണം കർത്താവെ ഇടയാക്കുമാറണമേ. ഞങ്ങളുടെ സിയമൊക്കെ സഹോദര 7 വയസ്സുള്ള കുഞ്ഞാണപ്പ. അല്ലെങ്കിൽ ആ കുടൽ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് കർത്താവെ, അല്ലെങ്കിൽ കുഞ്ഞു വയതിൽ കർത്താവ് പല ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം വേദനകളും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പ. അതിന്റെ സൈഡ് എഫക്റ്റുകളൊക്കെ കാണുമല്ലോ കർത്താവെ. കുഞ്ഞിനെ ബലപ്പെടുത്തുമാറണമേ, ശക്തിയിരിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഓടുന്ന വചനമായി പരുണസഖ്യം കൊടുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങേക്ക് സകലവും കഴിയുമല്ലോ കർത്താവെ. വിശ്വാസത്തോടെ ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പേരുകൾ പറഞ്ഞ് എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഭരണസൗഖ്യം കാണുവാൻ, സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുവാൻ അപ്പച്ചയാക്കുമാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ആ സ്തോത്രം അപ്പച്ചന്റെ പൊന്നേശ്വരി നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല. ദേവദാസിന് ഒരു പ്രോസിക്യൂഷൻ റിലീഫിന്റെ ഒരു ദൈനംദിന അപ്ഡേറ്റ്, അവരുടെ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. എത്ര പേര് അത് വായിക്കുന്നുണ്ടെന്ന്, അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഞാനത് വായിച്ചിട്ട്, കാരണം നമ്മൾ അറിയത്തില്ല, പല ദേവദാസന്മാരെ നമ്മൾ കണ്ടിട്ടില്ല, അറിയത്തില്ല അവരെ ആരെയും. പക്ഷെ അവരൊക്കെ അനുഭവിക്കുന്ന കഷ്ടതകൾ, അവർ കടന്നു പോകുന്ന വേദനകളെയൊക്കെ ഓർക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. നമുക്ക് ആ ഒരു സംഘടനയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിൽ കൂടെ പറയപ്പെട്ട എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിയാല നമുക്ക് ഉത്തർപ്രദേശിനെയും പഞ്ചാബ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, അങ്ങനെ ഛത്തീസ്ഗഡ്, അങ്ങനെ ആ ഒരു കുറേ കോമൺ ആയിട്ടുള്ള ആ കുറേ സംസ്ഥാനങ്ങളിലാണ് പലപ്പോഴും പ്രയാസങ്ങൾ കൂടുതലായിട്ടുള്ളത്. അവിടെ അനേക ദേവദാസന്മാർ ജയിലിലായിരിക്കുന്നുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക റിലീഫ് കിട്ടുന്നെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യമായി കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയുന്നില്ല. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തമിഴ്നാട്ടിലായിരിക്കുന്ന ഒരു ദേവദാസനുണ്ട്, ഏകദേശം 2 വർഷത്തോളമായി സുവിശേഷത്തിനു വേണ്ടി ജയിലിലായിരിക്കുകയാണ്. ആ ദേവദാസന്റെ റിലീഫിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന, പീഡനം അനുഭവിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ലോകരാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്മേൽ കർത്താവിന്റെ സമാധാനം വ്യാപരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ഫിന്നി ജോൺ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി നന്ദി തുടങ്ങി വാഴ്ത്തുന്നു. പ്രാർത്ഥന അതിനിടെ കർത്താവ് ഈ വർഷത്തെ ആരംഭ മീറ്റിംഗായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ സഹായത്തിനായി സ്തോത്രം. കർത്താവ് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഇട നിൽപ്പാൻ സഹായിച്ചല്ലോ. തുടർന്ന് കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ പീഡ അനുഭവിക്കുന്ന ജനത്തിനായി സ്തോത്രം, ദേവദാസന്മാർക്കായി സ്തോത്രം. കർത്താവെ അനേക ദേവദാസന്മാർ ജയിലുകളിലായിരിക്കുന്നല്ലോ, കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ കർത്താവെ സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവരുണ്ടല്ലോ. കർത്താവെ അവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ അവരെ ബലപ്പെടുത്തണമേ. പൗലോസിനെ പോലെ ശക്തന്മാരായി നിലകൊള്ളുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പീഡകൾ ഒരിക്കലും അവരെ തകർത്ത് കളയുവാൻ, അവരെ പിൻപോട്ട് വലിക്കുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ഹാലല്യു, ദൂതനെ ഇറക്കി കർത്താവെ സ്തോത്രം, ദൂതന്മാരെ ഇറക്കി കർത്താവെ അവർക്ക് ബലം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രോസിക്യൂഷൻ കൂടി വരുമ്പോൾ കർത്താവെ സധൈര്യം നിൽപ്പാനുള്ള ദൈവകൃപ അവരുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേക വടക്കേന്ത്യൻ കർത്താവ്യ സംസ്ഥാനങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്. ഉത്തർപ്രദേശിനായി കർത്താവ്, ഹരിയാനയ്ക്കായി, ജാർഖണ്ഡിനായി, പഞ്ചാബിനായി ഒക്കെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം. അവിടെയൊക്കെ കർത്താവെ ഛത്തീസ്ഗഡിനായി സ്തോത്രം ചെയ്യുന്നു, ഒറീസയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, ബീഹാറിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സംസ്ഥാനങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ സ്തോത്രം സ്തോത്രം. വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാക്കുമാറാകണം. അവിടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. നന്മയ്ക്കായുള്ള അടയാളം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രതിയാൽഗ്രഹാൻ സ്റ്റേറ്റ്സിനെ ഒക്കെ കർത്താവെ ചുട്ടുവന്ന കർത്താവെ ആ ദേശത്ത് കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്തസാക്ഷികളുടെ രക്തം കർത്താവെ ദൈവസഭയുടെ വിത്താകയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനേക കർത്താവെ അതൊരു പ്രചോദനമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടെയുള്ള കർത്താവെ എല്ലാ പ്രവർത്തനങ്ങളെ
ദൈവമേ അങ്ങ് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടം അനുഭവിക്കുന്ന, രോഗം അനുഭവിക്കുന്ന കർത്താവെ, ഭാരത്തോടായിരിക്കുന്ന ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം പറയാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ ഭയത്തോടായിരിക്കുന്ന ജനത്തോട് കർത്താവെ കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. ഉള്ള ദൈവദാസന്മാരെ ബലപ്പെടുത്തുമാറാകണമെന്ന് പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. വലിയ അനുഗ്രഹത്തെ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനയിട്ടിരിക്കാൻ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. നമുക്ക് നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. വക്രതയും കോട്ടയുമുള്ള ഈ ദുഷ്ടലോകത്തില് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്കോ മറ്റു പ്രലോഭനങ്ങളിലേക്കോ അവർ വഴുതി പോകാതെ കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ പല ചതിക്കുഴികൾ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അനേക സഭകൾ, ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹവും ദൈവഭയവും ആത്മീയ എരിവുള്ള ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആത്മാക്കൾ സഭയിൽ കടന്നു വരുവാൻ തക്കവണ്ണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുകയല്ല, വേർപാടോടും വിശുദ്ധിയോടും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ദൈവജനത്തെ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ജെസിബിന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ശ്രീനല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. UA ചാപ്റ്ററിന്റെ പ്രാർത്ഥന സ്ഥാപനത്തിലെ കർത്താവേ, അടിയനും കർത്താവേ, പ്രാർത്ഥനാവശ്യമായ ഞങ്ങളുടെ നല്ലായിരിക്കാൻ ദൈവം സഹായിച്ച എല്ലാ കൃപകൾക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ഈ ലോകമോഹങ്ങളിലൊന്നും ഓടാതവണ്ണം കർത്താവേ, ലോകഇമ്പങ്ങൾ വീഴാതവണ്ണം കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കണമേ. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ കർത്താവെ പ്രായം എല്ലാ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. അവർ സഞ്ചരിക്കുന്ന പാതയിലൊക്കെ കർത്താവിന്റെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയും പരിപാലനം കുഞ്ഞുങ്ങളോട് കൂടെ അവരുടെ പഠനത്തിലൊക്കെ ദൈവം സൂക്ഷിക്കണമേ. അഡ്മിഷനൊക്കെ വേണ്ടി ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ, സെക്കൻഡറി സ്കൂളിലൊക്കെ അതിന്റെയൊക്കെ അഡ്മിഷനൊക്കെ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ രീതിയിലും കുഞ്ഞുങ്ങൾ നല്ല രീതിയിലായിരിക്കാൻ ദൈവം സഹായിക്കണമേ. ദൈവസഭയ്ക്ക് കർത്താവ്, മാതാപിതാക്കൾക്ക് കർത്താവ്, ലോകത്തിന് കർത്താവ് മാതൃകളുടെ കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ എല്ലാ കുഞ്ഞുങ്ങളും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ രാജ്യങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ സഭകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ സുവിശേഷം എത്തപ്പെടാത്ത രാജ്യങ്ങളെ അനേക സ്ഥലങ്ങളുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളെ കർത്താവെ, അതിന്മേലൊക്കെ കർത്താവിന്റെ പ്രവർത്തി കണ്ട് സന്തോഷിപ്പാൻ അനേക കർത്താവെ ക്രൂസൈഡിലൂടെ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, കർത്താവെ, ചർച്ച് മിനിസ്ട്രിയിലൂടെയൊക്കെ കർത്താവെ അനേകർക്ക് സുവിശേഷം എത്തിപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ എല്ലാ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേക കഷ്ടങ്ങളിലൂടെയൊക്കെ അവർ കർത്താവെ സുവിശേഷം അറിയിക്കുമ്പോൾ അത് കർത്താവെ ഹല്ലേലൂയ ദിവസങ്ങളിലൊക്കെ അനേകർക്ക് അത് പ്രയോജനം, വിടുതൽ, സമാധാനവുമായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോകത്തിലോട്ട് നോക്കുമ്പോൾ അനേക കർത്താവെ സമാധാനമില്ലാതൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവെ, വരും ദിവസങ്ങളിൽ കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമേ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥന. ഞങ്ങൾ അവിടെ ഇവിടങ്ങളിൽ അനേക രാജ്യങ്ങളിൽ കർത്താവ്, പല സ്ഥിതിയിലും കർത്താവ് ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവം അറിയുന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ്. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണം, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്ന് കർത്താവ് വചനം പറയുന്ന പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കാര്യം കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥനാധുനി പറയപ്പെട്ട എല്ലാ വിഷയങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അതോടൊപ്പം കർത്താവെ ഹല്ലേലൂയ അനേക വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പാ. നിരവധി വിഷയങ്ങൾ കർത്താവ് മറുപടി കിട്ടുവാനുണ്ട് കർത്താവ്. മറുപടി കിട്ടിയ വിഷയങ്ങൾക്കെല്ലാം നന്ദി പറയുന്ന കർത്താവ്. തുടർന്ന് പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യേശുവിനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്ക് ചില വിഷയങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായ നമ്മുടെ അനേക സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്ക സമയത്ത് ദൈവം അവർക്ക് വേണ്ടി ഒരു തക്ക തുണകളെ ഒരുക്കി കൊടുത്ത് മാനിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടും, ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ഒരു ജോലി മാറ്റത്തിനെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് അത് തക്ക സമയത്ത് തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരു വിഷയം,
മദ്യപാന നിമിത്തവും മയക്കുമരുന്ന് നിമിത്തവും പല ഭവനങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് സമാധാനം ലഭിക്കുവാനും ആ കുടുംബ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് സാൻചാൻ പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ കർത്താവേ, നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ സ്വർഗം നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഈ രാത്രി പറയപ്പെട്ട വിഷയങ്ങളെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധ വെച്ച് കേട്ട് അവിടുന്ന് മറുപടി തരുന്നല്ലോ. പറയപ്പെട്ട വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ എല്ലാ വിഷയങ്ങളെയും ഇന്നിവിടെ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാത്തിനുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഷ്ടങ്ങളിലും പ്രയാസങ്ങളുമായിരിക്കും ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യണമേ. ദൈവിക സാന്നിധ്യവും ദൈവിക കരുതലും കർത്താവെ വിഷയങ്ങളുടെ മേലൊക്കെ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരികിതം ഞങ്ങളുടെ മേൽ അയക്കുമാറാകണമേ. കർത്താവ് ഈ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ വിഷയങ്ങളിലും കണ്ട് സന്തോഷിപ്പാൻ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങളെ ഒരുമിച്ച് വീണ്ടും അനുഗ്രഹിക്കും. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും നീ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതിക്കുന്നു. യേശുവൻ തന്നെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കുമാറാകുന്നു. ആമേൻ. നമുക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥനയായിട്ട് തന്നെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ പ്രാർത്ഥിച്ച് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ ദൈവമേ, ഇന്നലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് തന്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പ്രാഗൽഭ്യമാകിയാൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിന്മേലും കർത്താവിന്റെ സാന്നിധ്യവും കൃപയും കർത്താവ് അങ്ങയുടെ മറുപടിയും കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്നതിനാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് എത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കാൻ, പ്രാർത്ഥനയിൽ ജാഗരിപ്പാനൊക്കെ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നാം സമയങ്ങൾ വേറിട്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രാഗൽഭ്യവും നമ്മുടെ ഒരു പ്രതീക്ഷയും. അതാണ് ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കായി പല പ്രിയപ്പെട്ടവരത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ യൂണിസിസ്റ്റർ പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥനാധ്വനിയിലൂടെ വരുന്ന അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ, പലരും അങ്ങനെ വിവരങ്ങൾ അറിയുന്നു, ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒരു മറുപടി ഈ ദിവസങ്ങളിൽ കാണുവാൻ ഇടയായി തീരട്ടെ. പ്രിയ യൂണിസിസ്റ്റിനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ ഒരു ഗാനത്തിന്റെ ചില വരികൾ കൂടെ ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തും. അതിനുശേഷം കർത്താവിന്റെ ദാസന്റെ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വരും ദിവസങ്ങളിൽ കാണുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഒരു പാട്ടിൻ്റെ ഈരടിയിൽ പാടുമ്പോൾ സമർപ്പണത്തോടെ കർത്താവിനായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമർപ്പണത്തോടെ ആ പാട്ടിൻ്റെ വരികൾ പാടാം. ഇത്രത്തോളം നമ്മളെ കൊണ്ടുവരുവാൻ നമ്മളൊന്നുമില്ല. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ പാരമ്പര്യമോ ഒന്നുമല്ല, കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ഇത്രത്തോളം ശ്രേഷ്ഠമായത് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന നമ്മുടെ നല്ല ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി സ്തുതിച്ചുകൊണ്ട് കർത്താവിനായിരിക്കാം. നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും കർത്താവ് ഇത്രത്തോളം നമ്മെ സ്നേഹിച്ചു, ഇത്രത്തോളം നമ്മെ മാനിച്ചു. കഴിഞ്ഞ കാലം നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു യോഗ്യതയും നമുക്കില്ല. എന്നാൽ ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന നല്ല ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിപ്പാൻ, ജീവനോടെ ഭൂമിയിൽ നമ്മെ കർത്താവ് ശേഷിപ്പിച്ച കർത്താവിൻ്റെ കൃപകളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരെ കർത്താവിനായിരിക്കുമ്പോൾ സമർപ്പണത്തോടെ പാട്ടിൻ്റെ ഈരടികൾ ചേർന്ന് പാടാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ
കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. യോഗ്യതകൾ അനുഭവിപ്പാൻ ഒരു യോഗ്യതയും ഈ നന്മകൾ അനുഭവിപ്പാൻ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു നമ്മളെ. ഇത്രത്തോളം സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഒരു പ്രാവശ്യം കൂടെ ഓർക്കാം. കർത്താവ് ഇത്രത്തോളം സമയം ഞങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒരുമിച്ച് ആരാധിപ്പാൻ, പാട്ടുകളെ പാടുവാൻ, ധ്യാനിപ്പാൻ ദൈവം സഹായിച്ചർപ്പിക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവേ.
ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായ കർത്താവിനെ ജീവിപ്പാൻ അടിയങ്ങളെ ദൈവം സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിന് ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇത്രത്തോളം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. തുടർന്ന് നമ്മൾ അല്പസമയം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കും. നമ്മുടെ കർത്താവിന്റെ ദാസൻ പ്രിയ ബെൻസൺ ഡാനിയൽ പാസ്റ്റർ. അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ്. നാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നെറ്റിന്റെ ഒക്കെ അല്പം ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും യാതൊരു തടസ്സവും കൂടാതെ കർത്താവിന്റെ ദാസനെ ദൈവം ഏൽപ്പിച്ച ആലോചന ഇന്ന് രാത്രി നമ്മളോട് അറിയിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസൻ വചനത്തിൽ സൂക്ഷിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായി. എഫെസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 4 വാക്യങ്ങൾ വായിക്കുന്നു. കരുണാസമ്പന്നനാകുന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചു നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിച്ചായിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനാധ്വനി UAE ചാപ്റ്ററിലെ ചെയർമാൻ, വൈസ് ചെയർമാൻ, കോർഡിനേറ്റേഴ്സ്, എല്ലാ പ്രാർത്ഥനാ സഹായികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തില് ഗുജറാത്തിൽ നിന്ന് സ്നേഹവന്ദനവും, ഇപ്പോൾ ഞാൻ കേരളത്തിലായിരിക്കുന്നു, കേരളത്തിനുള്ളതായ വന്ദനവും അറിയിക്കുന്നു. സ്തോത്രം. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നാട്ടിലെത്തുകയായി. ആമേൻ. സ്തോത്രം. ഇവിടെ ഞാൻ താമസിക്കുന്ന ഇടത്ത് നെറ്റ്വർക്കിന്റെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആമേൻ. സ്തോത്രം. എൻ്റെ വീടിന്റെ അപ്പുറം ഇപ്പുറം എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് വൈഫൈ കണക്ഷൻ ഉണ്ട്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ടും നെറ്റില്ല. എൻ്റെ നെറ്റിന് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ കാര്യം നമ്മുടെ ചെയർമാൻ താജ്മഹൽ കാര്യത്തിന് പരിഹാരം വരുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്നലെ ബഹ്റിലെ രാത്രി 12 മണിയാകുന്ന സമയത്ത് അതിനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തും നെറ്റ്വർക്കിന്റെ അല്പ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയായി. ആമേൻ. താഴെ സിറ്റൗട്ടിൽ അല്പ നിമിഷം ഇരുന്നു. അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടെറസിന്റെ മുകളിൽ വന്നിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. രാത്രി സമയങ്ങളാണല്ലോ. ഈ ദിവസങ്ങളൊക്കെ ചില യാത്രകളിലും ശുശ്രൂഷയിലൊക്കെ ആയിരുന്നു. നാളെ രാവിലെ ഞാൻ പുനലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അസംബ്ലീസ് കോളേജ് ചർച്ചിൽ നടക്കുന്ന ഉപവാസപ്രാർത്ഥനയിൽ വചന ശുശ്രൂഷയിലെ കടന്നു പോകുന്നു. ശനി ഞായർ ട്രിവാൻഡ്രത്താണ്. തിരിച്ച് ബുധനാഴ്ച മടങ്ങി ഗുജറാത്തിലേക്ക് കടന്നു പോകുന്നു. നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മെ ഒരു നിമിഷം നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയാല് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി നമ്മുടെ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളെ ദൈവത്തോളം അനുഗ്രഹിച്ചു. സർവകൃപാലുവാകുന്ന ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. എല്ലാ ദിവസവും നടക്കുന്ന പ്രഭാത പ്രാർത്ഥന, നിരവധി പ്രാർത്ഥനാ സഹാരികൾ ഇന്ത്യ സമയം 6 മണിയാണെങ്കിൽ തന്നെയും UAE-യിലൊക്കെ 3 മണി സമയങ്ങളിലൊക്കെ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്ന ഒത്തിരിയും ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. എല്ലാവരും ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയാൽ കൈത്താങ്ങുവാൻ ദൈവം ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫീസർക്കുള്ളായ സഭകൾക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു ഭാഗമാണല്ലോ നാം ചിന്തിപ്പാടയായത്. കരുണാസമ്പന്നനാകുന്ന ദൈവമോ, ഞാൻ എൻ്റെ ചരിത്രങ്ങളൊന്നും അറിയത്തില്ല, നിങ്ങളെക്കാളും എന്നെക്കാളും നല്ല വചനത്തിൽ പാണ്ഡിത്യമുള്ളതായ ദൈവഭൃത്യന്മാരൊക്കെ ഈ വേദിയിൽ കാണുന്നത് ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാ സ്നേഹം നിമിത്തം. കരുണാസമ്പന്നനാവുന്ന കർത്താവ്, നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്ന വാക്കുകളാണല്ലോ. കരുണാസമ്പന്നനാവുന്ന കർത്താവെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? പ്രിയ പിതാവെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഓരോരുത്തരൊക്കെ ഏതെല്ലാം രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാള് ഡാഡി 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കേൾക്കുകയായി. പപ്പ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കേൾക്കുകയായി. കാരണം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിന് പല പേരുകൾ, പല ബഹുമാനങ്ങൾ കൊടുത്തുകൊണ്ട് പലരും പറയാറുണ്ട്. സ്തോത്രം. എന്നാൽ കരുണാസമ്പന്നനാവുന്ന കർത്താവേന്ന് പ്രാർത്ഥിക്കുന്നതായ ആ വാക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട്. കരുണാസമ്പന്നാകുന്ന ദൈവമോ, നമ്മെ സ്നേഹിച്ച ആ സ്നേഹം. ആമേ. ഹല്ലേലൂയ.
കർത്താവ് നമ്മെ സ്നേഹിച്ച ആ സ്നേഹം ഒരു ചെറിയ സ്നേഹമല്ല, മഹാസ്നേഹം എന്നാണ് വായിക്കുന്നത്, അല്ലെ? മഹാസ്നേഹം സാധാരണ ഒരു ചെറിയ സ്നേഹത്തിൽ ഒതുങ്ങുമല്ല. കർത്താവ് നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം എത്ര വലുതാണ്! സ്നേഹം മാത്രമല്ല, മഹാസ്നേഹം തന്നു, ഏറ്റവും വലിയ സ്നേഹം നൽകി തന്നു, അല്ലേ? തന്റെ പുത്രനെ നൽകി തന്നവൻ അതോടുകൂടി സകലതും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമാകുന്നത് ഇന്നതെന്ന് അറിയാവുന്ന കർത്താവ് അതാത് സമയങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എത്രയോ കാര്യങ്ങളാണ് നിറവേറ്റുന്നത്. നമുക്ക് ഭവനം ആവശ്യമാണ്, വീട് ആവശ്യമാണ്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ആവശ്യമാണ്. ഞാൻ ഇന്നലെ ബഹ്റിൽ സംസാരിച്ചപ്പോൾ പറയുകയായി, കടഭാരത്തിന്റെ വിഷയത്തിൽ നിന്ന് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പലവിധമായ ആവശ്യങ്ങൾ നമുക്ക് എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഇതെല്ലാം വിഷയങ്ങളെല്ലാം പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷേ ഇതിനേക്കാൾ എല്ലാം ഉപരിയായി ദൈവം തന്റെ ഓമനപുത്രനാകുന്ന യേശു അപ്പച്ചനെ നമുക്ക് വേണ്ടി നൽകിയത് ഏറ്റവും വലിയ സ്നേഹമാണ്. ഹല്ലേലൂയ. ആ സ്നേഹം ഒന്ന് മാത്രമാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. കരുണാസമ്പന്നനാകുന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം 103-ാം സങ്കീർത്തനത്തിൽ പറയുക, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, അവൻ ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമാണ്. കരുണയുള്ള ദൈവമാണ്, കൃപ നിറഞ്ഞ ദൈവമാ. ആ സ്നേഹം ചിന്തിച്ച് നോക്കിക്കാട്ട്. എന്റെ കർത്താവ് കരുണയുള്ള ദൈവമാ. കർത്താവിന്റെ കരുണ എത്ര വലുതാണ്! ഒരു സഹോദരന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ കടന്നിരുവടയായി. ആരാധനയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഞങ്ങളുടെ സഭയിൽ വന്നത്. ട്രെയിനിൽ ബോംബെയിൽ നിന്ന് യാത്ര ചെയ്ത് അവിടെ കടന്നു വരുവാനായിട്ടിടയായി. യാതൊരു പരിചയമൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷൻ അടുത്താണല്ലോ ഞങ്ങളുടെ ചർച്ച്. ആ മനുഷ്യന് ആരാധനയിൽ കടന്നു വന്നു. ഒരു 11:30 ആയപ്പോൾ അവിടെ വന്നിരിക്കുവാടയായി. വളരെ നിരാശനായി വേദനയോടെയാണ് ആ മനുഷ്യൻ ആരാധനയിൽ കടന്നു വരുവാടയായത്. ഞാൻ വചനം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിപ്പടയായി. ശാരീരികമായി എന്തോ ഒരു രോഗത്താൽ ആ മനുഷ്യൻ കഴിയുകയാണ്. കാരണം വൈദ്യശാസ്ത്രം പോലും അവന്റെ രോഗത്തിന് ഒരിക്കലും സൗഖ്യമുണ്ടാകത്തില്ല. കാരണം ബ്ലഡിനകത്ത് മുഴുവൻ ഒരു മാരകം എന്ന രോഗത്തിന് ആ പ്രിയ സഹോദരൻ അടിമയാണ്. ആ മനുഷ്യന്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന മനുഷ്യൻ. ആത്മഹത്യക്ക് വേണ്ടി ആ മനുഷ്യൻ പല പ്രാവശ്യം ശ്രമിക്കുവടയായി. എന്നാൽ ആരാധനയിൽ കർത്താവിന് വേണ്ടി തന്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കുവടയായി. ഒരുമിച്ച് ആത്മാവിൽ അഭിഷേകത്തിൽ അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു ആത്മാവിന്റെ അഭിഷേകം ആ പ്രിയ സഹോദരമേലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുവാടയായി. അവന്റെ ഉച്ചമ ഉള്ളംകാല് വരെയും അസ്ഥി മഞ്ചകൾ പഞ്ചേന്ദ്രികൾ നാഡീ ഞരമ്പിലേക്ക് യേശുവിന്റെ ശക്തി വ്യാപരിപ്പടയായി. അവന്റെ ബ്ലഡിലേക്ക് ആ യേശുവിന്റെ ശക്തി വ്യാപരിപ്പടയായി. അവന്റെ ബ്ലഡിനകത്ത് നാളുകളായി കിടന്ന ആ വൈറസിനെ, ആ രോഗത്തെ പരിശുദ്ധാത്മാവ് മാറ്റുവടയായി. ഒരു പൂർണ്ണ സൗഖ്യം ആ പ്രിയ അഭയതന്റെ മേലെ ദൈവാത്മാവ് അയക്കുവടയായി. പല മെഡിക്കൽ ടെസ്റ്റിനും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കുള്ള പല മെഡിക്കൽ ടെസ്റ്റിനും അവൻ ഫെയിലായിട്ടുണ്ട്. അങ്ങനെ അവന് സൗദി അറേബ്യയിലേക്ക് ഒരു ജോലി ലഭിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ മെഡിക്കൽ ടെസ്റ്റ് അവൻ പാസ്സായി. സൗദി അറേബ്യയിൽ ചെന്ന സമയത്ത് അവിടെ ഒരു അറബി എല്ലാവരും ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 100-200ഓളം പേരിങ്ങനെ ക്യൂ നിൽക്കുമ്പോഴുണ്ട് ഈ സഹോദരനും ഇങ്ങനെ നിൽക്കുക. ഏറ്റവും പുറയിലാണ് അവന്, ഏറ്റവും പുറയിലാണ്. അങ്ങനെ സൗദി തന്റെ ടേബിൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ടേബിൾ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നു. ടേബിളിന്റെ ഒരു കാല് ചെറുതാണ്, അത് ഇങ്ങനെ കുലുങ്ങിയത് കണ്ടപ്പോൾ എല്ലാവരുടെയും പാസ്പോർട്ട് ആ അറബി വാങ്ങിച്ച അറബിയുടെ മേശപ്പുറത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അന്നേരം ഈ അറബി എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ മേശയുടെ കുലുക്കം മാറ്റാൻ വേണ്ടി ഒരാളുടെ പാസ്പോർട്ട് എടുത്ത് മടക്കി അങ്ങോട്ട് ഒടിച്ച് അയാളുടെ മേശയുടെ കാലിന്റെ കുലുക്കം മാറ്റാൻ വേണ്ടി എടുത്തു വെച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കാട്ട്, ദൈവമേ, നമ്മളെങ്ങാനും ആ ക്യൂ നിൽക്കുന്നത്, നമ്മുടെ മനസ്സിലേക്ക് ഒരു തീ കയറുക. എന്റെ കർത്താവ്, എന്റെ പാസ്പോർട്ട് വല്ലതും ആണോ ഈ അറബിക്ക് അയാളുടെ ടേബിളിന്റെ കുലുക്കം മാറ്റാൻ വേണ്ടി? ഞാനിപ്പോ പറഞ്ഞല്ലോ, ഞാനൊരു ടെറസിന്റെ മേളിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ഈ മേശ ഇങ്ങനെ കുലുങ്ങുന്നു. അപ്പൊ ഞാനൊരു പുസ്തകം ഇങ്ങനെ ഈ കുലുക്കം മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഇതിന്റെ കീഴിൽ വെച്ചപ്പോൾ ആ ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് ഓടി ഒരുപാടായി. എന്റെ ആ സഹോദരൻ പറഞ്ഞ അനുഭവമേ, എല്ലാവരും 100-200ഓളം പേര് ക്യൂ നിൽക്കുമ്പോൾ അറബിയുടെ മേശയുടെ കുലുക്കം മാറ്റാൻ വേണ്ടി ഒരാളുടെ പാസ്പോർട്ട് മടക്കി അതിന്റെ കയ്യിലോട്ട് വെച്ചു. അറബി ഭയങ്കര ചൂടനാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്. ചെന്നവരെ എല്ലാരെയും പറയാ, നീ ഫെയിലാണ്. അവസാനം 200-ാമത്തെ ലിസ്റ്റ്, ഏറ്റവും പറയില്ല, 200-ാമത്തെ ഈ ബ്രദറിന്റെ ലിസ്റ്റ്. അദ്ദേഹം ചെന്നു ചോദിച്ചു, നിന്റെ പാസ്പോർട്ട് എന്ത് ചെയ്യണ്ട? പാസ്പോർട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ നമ്മുടെ സഹോദരൻ പറയാ, സാറേ, മേശയുടെ കുലുക്കം മാറാൻ വേണ്ടി വെച്ചിരിക്കുന്നത് എന്റെ പാസ്പോർട്ടായിരിക്കും. സ്തോത്രം. എടുത്തു നോക്കിയപ്പോ തന്റെ പാസ്പോർട്ടാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 5-6 വർഷത്തേക്ക് ആ സഹോദരന് വിസ അടിച്ച് ആ രാജ്യത്ത് ഉന്നതമേറിയ വഴികൾ തുറന്ന് ദൈവം തമ്പുരാൻ മാനിപ്പാടയായി. ഒരുപക്ഷെ
നിന്റെ പാസ്പോർട്ടോ നിന്റെ വഴികളോ നിന്റെ നന്മകളോ ഒരുപക്ഷെ എവിടെയെങ്കിലും അടഞ്ഞു കിടക്കുകയായിരിക്കാം. എന്ന ദൈവത്തിന് സമയമാകുമ്പോൾ ഏത് സ്ഥലത്ത് കിടന്നാലും അതിനെ പൊക്കിയെടുത്ത് നിന്നെ മാനിക്കേണ്ട ഇടത്ത് മാനിച്ച് ആദരിക്കേണ്ട ഇടത്ത് ആദരിച്ച് ഉയർത്തേണ്ടുന്ന ഇടത്ത് ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. കരുണാസമ്പന്നനാണ് കർത്താവേ, അങ്ങ് കൃപ നിറഞ്ഞ ദൈവമാണ്. ഹല്ലേലൂയ. കൃപ നിറഞ്ഞവൻ മാത്രമല്ല, ദീർഘക്ഷമയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആരും ക്ഷമിച്ചില്ലേലും കർത്താവ് കൂടി നൽകുന്ന ക്ഷമ എത്ര വലുതാണെന്നറിയാമോ? ദീർഘക്ഷമയുള്ള ദൈവമാണ്, മഹാദയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. 86-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞവനാ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുള്ളവനാവുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ കരുണ മാത്രമല്ല, കൃപ മാത്രമല്ല, കൃപ നിറഞ്ഞവൻ മാത്രമല്ല, ദീർഘക്ഷമയുള്ളവൻ മാത്രമല്ല, മഹാദയുള്ള ദൈവം മാത്രമല്ല, ദൈവമേ നീ വിശ്വസ്തനാകുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ചിലരോട് വ്യക്തമായി ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയുക, പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദര, നീ ചിന്തിക്കാൻ, കർത്താവേ എന്റെ നന്മകൾ എവിടെയോ മുടങ്ങി നിൽക്കുകയാണ്, എനിക്കൊരു ഉയർച്ചയും വരുന്നില്ലല്ലോ കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്ന അളവിൽ എനിക്ക് മുമ്പോട്ട് വരാൻ പറ്റുന്നില്ലെന്ന് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവായ വിശ്വസ്തയുള്ള ദൈവമാ, അവൻ നീതിയോടെ വിശ്വസ്തയോടെ നിന്റെ ചില വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ചില അധികാരികളോട് ദൈവാത്മാവ് സംസാരിക്കും. കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് ചില അധികാരികളോട് സംസാരിക്കും, ചില ഉന്നതന്മാരോട് സംസാരിക്കും, ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ. ലോകത്തിന്റെ മുമ്പിൽ നീ ഭോഷനായിരിക്കാം, കഴിവില്ലാത്തവനായിരിക്കാം, മിടുക്കില്ലാത്തവനായിരിക്കാം, ഒന്നിനും കൊള്ളാത്തവനായിരിക്കാം, പക്ഷെ ചില അധികാരിയുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടെത്തിക്കും. എന്തോ ദൈവാത്മാവിനോട് ഇങ്ങനെ തന്നെ പറയുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ എന്നെ കാണുവാൻ കടന്നു വന്നു. അടുത്തുള്ള ഒരു മലയാളി കടയിലാണ് വന്നത്. ഇവിടെ എവിടെയെങ്കിലും പെന്തക്കോസ്ത് ചർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു. ആ കടക്കാരന് യാക്കോബക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഉണ്ട്, ഞാൻ ഫോൺ ചെയ്ത് വരുത്താമെന്ന് പറഞ്ഞു. എന്നെ ഫോൺ ചെയ്തു. ആ അച്ചായൻ എന്നെ ഫോൺ ചെയ്തു. ബെന്നിച്ചായ എന്നാണ് കട നടത്തുന്ന തൃശ്ശൂർക്കാരൻ അച്ചാന്റെ പേര്. ഞങ്ങൾ ബെന്നിയേട്ടൻ എന്ന് വിളിക്കാറുണ്ട്. ബെന്നിയേട്ടൻ വിളിച്ചു, പാസ്റ്റർ ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ ചിന്തിച്ചു സഭയിൽ പുതിയൊരു വിശ്വാസിയായിരിക്കുമല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോൾ നല്ല നീളമുള്ള ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രൈസ് ദി ലോർഡ് തന്നു. എന്നെക്കാളും നല്ല നീളമുള്ള ഒരു മനുഷ്യന് ഒരു ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരു കാറുണ്ട്, ആ കാറിന്റെ വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. എനിക്ക് പ്രൈസ് ദി ലോർഡ് തന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, സാറേ റിലയൻസിലാണോ SRലാണോ സാർ? കാരണം ഞങ്ങളുടെ അവിടെ റിലയൻസിൽ SRലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയും, ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന്. ഞാൻ ചിന്തിച്ചു, നീ പ്രൈവറ്റ് കമ്പനി ഏതാ പാസ്, എന്നെ അറിയാവോ? ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് കാണുക. ഞാൻ പറഞ്ഞു, സാറിന്റെ ജോലി എന്താ? ഞാൻ ഇവിടുത്തെ DSP ആയിട്ട് വന്നിരിക്കുക. എന്റെ കർത്താവേ, ഞാനങ്ങ് വരണ്ടുപോയി. അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റി അദ്ദേഹത്തിന്റെ DSP ബംഗ്ലാവിൽ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ എന്ന്. 2002 നടന്ന കാര്യമാ. ഇന്ന് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു അഡ്രസ്സും ഇല്ല, പാസ്പോർട്ട് ഇല്ല, ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. എന്നാൽ എനിക്ക് എല്ലാ ഡോക്യുമെന്റ്സും ആ പ്രിയ സഹോദരന്, ആ പ്രിയ DSP കെയർ ഓഫിലെല്ലാം ദൈവം ക്രമീകരിപ്പാടെയായി. സുവിശേഷ വിരോധികൾ എന്നെ പല പ്രാവശ്യം ഉപദ്രവിച്ച സമയത്തൊക്കെ ആ മനുഷ്യൻ്റെതാകുന്ന ഇടപെടല് എനിക്ക് ഒത്തിരി വിടുതലായി തീരുവാടയായി. പ്രാർത്ഥന ധ്വനിക്ക് ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം തരാൻ പോകുന്നില്ല. കേരളത്തിൽ ഗുജറാത്തിൽ ആദ്യത്തിലെ ഒരു ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ളൊരു പത്രമാണ് പ്രാർത്ഥന ധ്വനി. അതിനുവേണ്ടി എന്നെ കോർട്ടിലേക്ക് വിളിപ്പാടെയായി. പ്രിൻസിപ്പാൾ ജഡ്ജ്, ചർച്ചിലെ ഒരു ഫാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ ജഡ്ജ് എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, ഫാദറെ മുമ്പോട്ട് വന്നാട്ട് സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവി ദൂത് പറയട്ടെ, നിനക്ക് കഴിവില്ല, യോഗ്യതയില്ല, മിടുക്കില്ല, നീ ഒരു അശക്തനായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നിന്നെ എത്തിക്കേണ്ട ഇടത്ത് കൊണ്ട് എത്തിച്ച് നിന്നെ മാനിക്കേണ്ടടുത്ത് മാനിക്കുന്ന ദൈവമായ കർത്താവ്, അവൻ കരുണാസമ്പന്നനാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രണ്ടാമതായി ആ കർത്താവിന്റെ പ്രത്യേകത
പ്രത്യേകത എന്താണെന്നറിയാം? വിലാപങ്ങളുടെ പുസ്തകം, ഹല്ലേലൂയ, വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 22-23 വാക്യം നമ്മുടെ പ്രിയ സ്റ്ററിബറൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്ററിബർ, ഹല്ലേലൂയ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന ധ്വനിയുടെ ഇപ്പോഴ് തിരുവനന്തപുരത്തെ യൂണിറ്റിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. അതുപോലെ പ്രാർത്ഥന ധ്വനി UK ആലന്റെ പ്രയർ കോർഡിനേറ്റർ സിസ്റ്റർ ജെസി ജോയിൻ ചെയ്യുവാടെയായി. പ്രാർത്ഥന ധ്വനി ബഹ്റൈനിലെ കോർഡിനേറ്റർ പ്രിയ സാമച്ചാൻ, അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ജോയിൻ ചെയ്ത മക്കളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3:22-23 കർത്താവിന്റെ പ്രത്യേകതയെ പറ്റി പറയുക. നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാട്ടുകാരും വീട്ടുകാരും ശാസ്ത്രക്കാരും എല്ലാം പറഞ്ഞില്ലേ, മുടിഞ്ഞുപോയി, തീർന്നുപോയി, ഒരിക്കലും ഉയരത്തില്ല, നിനക്കൊരു ഗതിയും ഉണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാ പറയുക, ആരെല്ലാം നിന്ദിച്ചോ, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയോ, അവരുടെ മുമ്പിൽ വെച്ച് ദൈവം തമ്പുരാൻ നിന്നെ മാനിക്കുന്നൊരു സമയമുണ്ട്. ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നിന്ദിച്ചവരില്ല. സുഖിയന്മാരുടെ അഹങ്കാരം നിമിത്തം എന്റെ മനം ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവേ, നിന്റെ അധപ്പതനം കാണുവാൻ, നിന്റെ താഴ്ച കാണുവാൻ, നിന്റെ വീഴ്ച കണ്ട് കൈകൊട്ടി ചിരിച്ചു പരിഹസിച്ച് എത്രയോ ജീവിതങ്ങളുണ്ട്. അവര് പരിഹസിച്ചിട്ട് മാറിപ്പോയി. പക്ഷെ നിന്നെ ദൈവം അനുഗ്രഹിക്കുന്ന സമയമാകുമ്പോൾ ദൈവം തമ്പുരാൻ നിന്നെ കൊണ്ടുവരും. അവരെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ദൈവം തമ്പുരാൻ നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. മുടിഞ്ഞു പോകാതിരുന്നത് കർത്താവിന്റെ ദയ. എല്ലാരും പറഞ്ഞില്ലേ, മുടിഞ്ഞു പോയി, തീർന്നു പോയി, ഇവന്റെ അവസ്ഥ തീർന്നു പോയി, ഇനി ഇവൻ ഒരിക്കലും എഴുന്നേക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ജീവനോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ നിൽക്കുന്നത് ദൈവം തമ്പുരാന്റെ കൃപയൊന്നു മാത്രമാണ്. സ്തോത്ര, ഹല്ലേലൂയ. ദൈവം നിർത്തിയ കർത്താവിന്റെ കൃപ എത്ര വലുതാണെന്നറിയാമോ? ദൈവ സ്നേഹം എത്ര വലുതാണെന്നറിയാമോ? പുറപ്പാട് പുസ്തകം 33:19 പറയുന്ന, കൃപ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവരോട് ഞാൻ കൃപ കാണിക്കും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കുന്ന ദൈവമാ. അപ്പൊ എന്റെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാ, കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങനെ സ്നേഹിച്ച കൃപ എത്ര വലുതാണ്. മാത്രമല്ല, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കഴിവല്ല, മിടുക്കല്ല, കർത്താവിന്റെ കൃപയാ. മാതാവേ, പിതാവേ, ഇന്ന് നീ ആയിരിക്കുന്നത് കർത്താവിന്റെ കൃപയാ. ഈ രാജ്യത്ത് ദൈവം കൊണ്ട് എത്തിച്ചത് കർത്താവിന്റെ കൃപയാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ നാളിലെ കാര്യങ്ങൾ ഓർക്ക്. കരയുന്ന ഒരു മാതാവിന്റെ കണ്ണുനീരല്ലേ, കരയുന്ന ഒരു പിതാവിന്റെ കണ്ണുനീരാ ഇന്ന് നീ നിലയിലെത്തുവാൻ കാരണം. അനേക അഭിഷിക്തന്മാർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്ന് മാതാപിതാക്കളുടെ കണ്ണുനീര്, അഭിഷിക്തന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും, അതിനേക്കാളെല്ലാം ഉപരിയായി കർത്താവിന്റെ കൃപയാ. ഹല്ലേലൂയ. നന്ദി പറയണം കർത്താവേ. ഞാൻ ഇന്ന് ഈ ദൈവഭാഗത്ത് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ആ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കണം. ഹല്ലേലൂയ. ആ കൃപയുടെ അത്യന്ത ധനത്തെ വീണ്ടും കാണിക്കണം, മറ്റുള്ളവരെ കാണിക്കണം. 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേ. അതിന് എന്റെ കഴിവല്ല കർത്താവേ, എന്റെ മിടുക്കല്ല കർത്താവേ, എന്റെ യോഗ്യതയല്ല കർത്താവേ, ദൈവം തമ്പുരാന്റെ കൃപയൊന്ന് മാത്രമാ. കണ്ണുടയ്ക്കുക, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പിന്നെ നെറ്റ്വർക്ക് വളരെ കുറഞ്ഞു വരുന്നു. അല്പനിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാ. കരുണാസമ്പന്നനാണ് ദൈവമേ, എന്നെ സ്നേഹിച്ച ദയ എത്ര വലുതാണ് കർത്താവേ. നിന്നതല്ല ദൈവം എന്നെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതാ. പൗലോസ് പറയും, പരിതീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 2026 ആരംഭ മാസം കൂടി കാണുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തന്നില്ലേ? എത്രയോ പ്രിയപ്പെട്ടവരാ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. ഇന്നല്ലേ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോം. ഇന്നല്ലേ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോം. എന്നാലും നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലും നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. കർത്താവേ, കൃപയാല കരുണാസമ്പന്നനാണ് കർത്താവ്. ഞങ്ങളെ തേടി വന്നു. ഞങ്ങൾ തേടി ചെന്നതല്ല, ഞങ്ങളെ തേടി വന്നു. ആർക്കും വേണ്ടാതിരുന്ന സ്ഥാനത്ത്, ഒരു കഴിവുമില്ലാത്ത സ്ഥാനത്ത്, പാപത്തിന്റെ ചേറ്റിലേക്ക് അകപ്പെട്ട സ്ഥാനത്ത് ഉയരത്തിൽ തന്റെ കരനീട്ടി പെരുവെള്ളത്തിൽ തന്നെ വലിച്ചെടുത്തത് കർത്താവേ, ഞങ്ങളുടെ കൃപയൊന്നു മാത്രമാ. ഞങ്ങളെ സ്നേഹിച്ച ദയക്കായി സ്തോത്ര. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കല്ല.
പ്രിയ സഹോദരി, ദൈവം ചെയ്ത ഉപകാരം എത്ര വലുതാ, ദൈവം ചെയ്ത നന്മകൾ എത്ര വലുതാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച വിധത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരത്തിന് കർത്താവ് ദാസമുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവിന്റെ ദാസനിലൂടെ ഈ രാത്രിയിൽ നമുക്ക് കേൾക്കുവാനിടയായി. 2026 നമ്മുടെ പ്രാർത്ഥനയുടെ ഈ വർഷത്തെ പ്രാരംഭ സന്ദേശമായിരുന്നു. സത്യത്തിൽ കർത്താവിന്റെ ദാസൻ ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതിനൊരു കാരണം കൂടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ഒരു പേഴ്സണൽ ധ്യാനത്തിൽ ഞാൻ ഈ വാക്യം, അതായത് 4-ാമത്തെ വാക്യം, എഫെസ്യർ 2-ന്റെ 4-ാമത്തെ ആ ഒരു വാക്യം മാത്രം ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വാക്യം കൂടിയാണ്. ധ്യാനത്തിൽ വന്നതാണ്. അപ്പോൾ അതിനകത്ത് വന്ന ഒരു കാര്യം അത് കർത്താവിന്റെ ദാസൻ എടുത്ത് പറയുകയും ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ 2 ക്വാളിറ്റി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? കർത്താവിന്റെ ദാസൻ അത് പറഞ്ഞു. എനിക്കത് നമ്മൾ ആ മലയാളത്തിൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹം എന്നുള്ളതിന് ഞാനത് ഇംഗ്ലീഷിൽ നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് റിച്ച് ഇൻ മേഴ്സി, ഗ്രേറ്റ് ഇൻ ലവ്. കരുണയിൽ സമ്പന്നനാണ്, സ്നേഹത്തിൽ മഹാനാണ്. ഇന്ന് രാത്രി ആ ദൈവത്തെക്കുറിച്ചല്ലേ നമ്മൾ കേട്ടത്. കരുണയിൽ സമ്പന്നനും സ്നേഹത്തിൽ മഹാനും. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ ദൈവത്തിന്റെ കൃപയാൽ വീണ്ടെടുപ്പാൻ. ഇന്ന് രാത്രിയിലുള്ള ആ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ. ഈ 2026 നമ്മുടെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ കരുണാസമ്പന്നനായ ദൈവത്തിന്റെ റിച്ച് ഇൻ മേഴ്സി, കരുണയിൽ സമ്പന്നനായ ദൈവത്തെ, സ്നേഹത്തിൽ മഹാനായ നമ്മുടെ ദൈവത്തെ മുറുകെ പിടിക്കാം. പ്രതിസന്ധികൾ ഉണ്ട് മുമ്പിൽ, പ്രശ്നങ്ങൾ ഉണ്ട് മുമ്പിൽ. ഇന്ന് രാത്രി കേട്ടതുപോലെ ഇതിൻ്റെ ഒക്കെ നടുവിലും നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ. ആ ദയയിൽ നമുക്ക് പ്രത്യാശ വെക്കാം. കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ വിശേഷാൽ അറിയിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ കർത്താവ് കൊടുക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന രാത്രി കേൾപ്പിക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് മടങ്ങാം. കർത്താവിന്റെ ദാസൻ പ്രിയ വർഗീസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥന ഈ 2026 ആദ്യത്തെ മീറ്റിംഗിൽ എനിക്ക് പങ്കെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ക്യാമറ ഇല്ല, ക്യാമറ മൊബൈലല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മീറ്റിംഗിൽ എനിക്ക് ക്യാമറയിൽ കൂടി കയറുവാൻ കഴിയാതെ പോയത്. ദൈവമക്കളൊക്കെ എൻ്റെ സാഹചര്യത്തെ മനസ്സിലാക്കുന്നു എന്ന് ഈ സമയം വിശ്വസിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവങ്ങൾക്കായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തും. കർത്താവ് പ്രത്യേകിച്ച് ദൈവമക്കളെയും കർത്താവിന്റെ ദാസനും ബെൽഷുപാസ്റ്ററെയും ഈ ക്യാമറയിൽ കൂടി കാണുവാൻ കർത്താവിയാക്കിയ സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദിവ്യാലോചന ഇന്ന് രാത്രികാലം കേൾക്കുവാനായിട്ടിടയായല്ലോ. അനേക വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരവസരം കൂടി ഒരുക്കി തന്നു. അനേകരെ ഈ ഭൂമിയിൽ നിന്ന് പൊടുന്നനമേ മാറ്റപ്പെട്ടപ്പോൾ ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥനാധ്വനിയുടെ മറവിൽ അത് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിപ്പാൻ നമുക്ക് ഒന്നുകൂടെ കൂടി വരുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. ഈ വർഷത്തിന്റെ ആരംഭ മാസത്തിൽ നമുക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതിനാൽ ദിവസം നമ്മെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തിയാണ്. അനേക വിഷയങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ വലിയവനായ ദൈവം അവിടുന്ന് കരുണ ചെയ്തല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ദൈവസ്നാനത്തിൽ സമർപ്പിക്കപ്പെട്ട വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അവിടുന്ന് നീട്ടി അവിടുന്ന് വിടുതലയച്ച് ദൈവമേ, അതിനൊരു മറുപടി വിടുതലിന്റെ മറുപടി ഞങ്ങൾ കേൾക്കുവാൻ വലിയവനായ ദൈവം അവിടുന്ന് കരുണ ചെയ്യുമരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ പ്രാർത്ഥനാ മീഡിയത്തിൽ കൂടി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ, അങ്ങേ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി അയക്കുന്ന അങ്ങയുടെ ദയക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒടുവിലായി അങ്ങയുടെ ദാസിൽ കൂടി കേൾപ്പിച്ചായ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായി സ്തോത്രം കർത്താവേ. അതേ കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ജീവിപ്പിച്ചല്ലോ. അതേ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോടുകൂടെ വസിപ്പാൻ, അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങൾക്കൊരവസരം കൂടി ദൈവം ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, നിന്റെ ദാസനെ ഇവിടെ സഹായിക്കണമേ. നിന്റെ ദാസൻ നാട്ടിലായിരിക്കുമ്പോൾ അമ്മേ ചെല്ലുന്ന സ്ഥാനങ്ങളിലെ കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അതേ അമ്മേൻ അറിയിക്കുന്ന ദൈവവചന അനേകരുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരുവാൻ
സ്വർഗ്ഗം നെടിയാക്കി പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, വ്യക്തികളെ, ഈ പ്രാർത്ഥനാദിന കുടുംബത്തെ ദൈവങ്ങളിലേക്ക് തരികയാണ്. കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവിടുത്തെ കൃപയാൽ ഇവിടെ നടത്തണമേ കർത്താവെ. ഞങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി പിരിയുന്നുവെങ്കിലും പ്രിയാസ്നേഹത്തിന്റെ മറവിൽ ഞങ്ങളെ ധന്യം പരിശുദ്ധാത്മാവിന്റെ നിറവിലോട്ട് സൂക്ഷിക്കണമേ. ദൈവതമങ്ങൾ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് കാണുവോളം കർത്താവിന്റെ കൃപയിലും കർത്താവിന്റെ അമ്മേ ചെറുകടിയിലോട്ട് സൂക്ഷിക്കണമേ. പ്രാർത്ഥനകൾ യാചനം കേട്ട അങ്ങയുടെ ദയക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ താഴ്വട അപേക്ഷിക്കുന്ന അപ്പാ ദേവോന്നിക്കേണ്ട ഉത്തരമുള്ളുമാറാണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ട എല്ലാ വിഷയത്തിന്മേലും കർത്താവിന്റെ സ്നേഹവും സമാധാനവും ഇന്നു മുതൽ എപ്പോഴും എല്ലായ്പ്പോഴും എന്നെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ചെയ്തെന്ന കർത്താവിന് നന്ദിയോട് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാട്ടിലാണോ? നാട്ടിലാ